പെണ്ണുമ്മമാരെ നമ്മളെ വീട്ടിലുള്ളവർക്ക് ഉപകാരമുള്ളവരായി നമ്മൾ മാറണം. രക്ഷിതാക്കളെ നമ്മളെ കുടുംബത്തിന് ഉപകാരം ചെയ്യുന്നവരായി നമ്മൾ മാറണം. ഉമ്മമാരെ, രക്ഷിതാക്കളെ, അയൽവാസികൾക്കും നാട്ടുകാർക്കും നമ്മെ കൊണ്ട് പറ്റാവുന്ന ഉപകാരം ചെയ്ത് കൊടുക്കുന്നവരായി നമ്മൾ മാറിയാൽ അവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യനെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ആണും പെണ്ണും മറക്കുകയാണിത്. ഇന്ന് ആണും പെണ്ണും മറന്നു പോവുകയാണിത്. നിസ്കാരത്തിൽ എല്ലാരും ബഹുജോറ, അടുക്കളയിലുള്ള ഇബാദത്തിൽ ബഹുജോറ, രാവിലെ മൊബൈൽ വെച്ചിരുന്ന് ദിക്ർ ചൊല്ലാനും മഹാജോറ്, വൈകുന്നേരം മൊബൈൽ വെച്ച് വൈകുന്നേരത്തെ ദിക്ർ ചൊല്ലാനും ആവേശം. പക്ഷേ സ്വന്തം വീട്ടിലുള്ളവർക്ക് നന്മ ചെയ്യാൻ, അയൽവാസികൾക്ക് സന്തോഷം പറയാൻ, കുടുംബവുമായി സ്നേഹബന്ധം നിലനിർത്താൻ എത്ര പെണ്ണുങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, എത്ര ആണുങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാ കേട്ടോ. നാം ചെയ്യുന്ന അമലുകളിൽ എന്നും സന്തോഷം കിട്ടുന്ന അമല് നമ്മെ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകലാണ്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഇബ്നു അമ്മി റസൂലുള്ളാഹിന്റെ എളാപ്പാന്റെ മോനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ എഴുത്തികാഫിരിക്കുകയാണ്. മദീന പള്ളിയിൽ എഴുത്തികാഫിരിക്കാൻ. എവിടെ മദീന പള്ളി? അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളി, ലോകത്തിന്റെ നേതാവിന്റെ പള്ളി. അല്ലാഹു അവിടെ പലവട്ടം പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പള്ളിയിൽ എഴുത്തികാഫിരിക്കുക, പള്ളിയിൽ എഴുത്തികാഫിരിക്കുക. ആ സമയത്തതാ ഒരു സ്വഹാബി വരികയാണ്. സ്വഹാബി വന്നുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ, നിങ്ങളൊന്ന് വരുമോ? ഞാനൊരു മനുഷ്യനിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം തിരിച്ചു കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ തിരിച്ചു കൊടുക്കാനുള്ള സമ്പത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ആളോട് ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കണമെന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളെ, നിങ്ങളൊന്ന് എൻ്റെ കൂടെ വന്നിട്ട് അയാളോടൊന്ന് പറയുമോ? ഇയാൾ നിങ്ങൾക്ക് തരാനുള്ള കടം ഒരൽപ്പം നിങ്ങൾ അവധി നീട്ടിക്കൊടുക്കണം, തരാൻ പൈസ കയ്യിലായിട്ടില്ല എന്നൊന്ന് പറയണേ. പറയാ നിങ്ങൾ എൻ്റെ കൂടെ വരണേ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താ ജോലി? എന്തെങ്കിലും ജോലി എടുക്കുകയാണോ? അല്ല, അള്ളാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുക. അതിന് ഏത് പള്ളി? ഈ നാലിൻ്റെ പള്ളിയിലല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് സ്വഹാബത്ത് നിർമ്മിച്ച മദീനത്തെ പള്ളി. 10,000 കൂലിയുള്ള നമ്മളെ പള്ളിയെക്കാളും 10,000 പ്രതിഫലം ഏറെയുള്ള പുണ്യമായ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമ്പോ സ്വഹാബി വന്ന് വിളിക്കുന്നത്, ഞാൻ കൊടുക്കാനുള്ള കടം അയാളോടൊന്ന് നീട്ടിത്തരാൻ പറയാൻ എൻ്റെ കൂടെ വരുമോ? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഞാൻ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണെന്ന് പറഞ്ഞില്ല, ഇറങ്ങിപ്പോരുകയാണ്. ഇറങ്ങിപ്പോരുമ്പോ സ്വഹാബത്തെ ചോദിച്ചു, അല്ല അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളെ, നിങ്ങളിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മറന്നുപോയോ? അതെന്താ? നിങ്ങളിപ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. ഇഅ്തികാഫിരിക്കുന്നതിന് വല്ലാത്ത കൂലിയല്ലേ? അതൊഴിവാക്കിയിട്ടാണോ അയാളെ കടം വീട്ടിക്കൊടുക്കുക, കടം അവധി നീട്ടിക്കൊടുക്കണമെന്ന് പറയാ നിങ്ങൾ പോകുന്നത്? അതുകൊണ്ട് നിങ്ങൾക്കെന്ത് പറ്റി? നമ്മളെന്താ ചിന്തിക്കുക? അതിനേക്കാളും മറ്റൊരാൾക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്നതിനേക്കാളും വലിയത് മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കലല്ലേ എന്നല്ലേ നമ്മൾ ആലോചിക്കുക. എന്നാ ബഹുമാനപ്പെട്ടവര് പറഞ്ഞ വാക്ക് കേട്ടോളൂ ഉമ്മമാരെ, രക്ഷിതാക്കളെ. മഹാനവറുകൾ പറയാണ്, സമീഅതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മശാ ഫീ ഹാജതി അഖീഹി, ഒരു സഹോദരൻ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നടന്നാൽ വബലഗ ഫീഹാ കാന ഖൈറാ, നിങ്ങൾക്ക് ആ കാര്യം നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ
അതാണ് നിങ്ങൾക്ക് ഖൈറ് മിൻ ഇഅ്തികാഫി 10 സിനീൻ. 10 വർഷം നിങ്ങൾ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും പുണ്യം ഒരു മനുഷ്യന്റെ വേദന ഒഴിവാക്കാൻ, ഒരു മനുഷ്യന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ അയാളെ കൂടെ നിങ്ങൾ നടക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുക, ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ വലിയ അമലി ഇഅ്തികാഫിരിക്കുന്ന സ്വഹാബി ഇറക്കുകയാണ് പുറത്തേക്ക്. അപ്പൊ പറയാ 10 വർഷം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ഇരിക്കുന്നതിന്റെ പുണ്യമുള്ള ഒരു അമലുണ്ട്. മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അയാളെ കൂടെ ഒന്ന് പോയി കൊടുക്കുക, അയാൾ ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചു കൊടുക്കുക. നമ്മൾ കരുതലെന്താ? നിസ്കരിക്കലല്ലേ, നിസ്കരിക്കലല്ലേ, പള്ളിയിലിരിക്കലല്ലേ, പിന്നെന്താ വേറെ ഒരാളെ കാര്യം? അല്ലാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു ഉമ്മമാരെ. അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് നമ്മളോട് പറയുന്നത്, നിങ്ങളെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാകണം, നിങ്ങളെ നാവ് കൊണ്ട് മറ്റൊരാൾക്ക് ആനന്ദമുണ്ടാകണം, നിങ്ങളെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് സമാധാനം കിട്ടണം എങ്കിൽ അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് സന്തോഷമാണ്. ഈ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് സമാധാനം നൽകണേ എന്ന് പഠിപ്പിച്ച മതം, ആ മതത്തിന്റെ അനുയായികളാണ് പെണ്ണുങ്ങളെ ഞാനും നിങ്ങളും. അല്ലാഹു അങ്ങനെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ പേടിക്കേണ്ടത് ഈ കാല, വളരെ പേടിക്കേണ്ട കാല. അമലുകളും ഇബാദത്തുകളും മാത്രമാക്കി ബന്ധങ്ങളും സ്നേഹങ്ങളും തകർന്നിടിയുന്ന കാലം, അയൽവാസികളുമായി വെറുപ്പിന്റെ വാക്ക് പറയുന്ന കാലം, സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ പോലും കശപിശകളും കലഹങ്ങളുമാകുന്ന കാലം, പരസ്പരം ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അങ്ങുമിങ്ങും വൈരാഗ്യം കൊണ്ട് നടക്കുന്ന കാലം, ജ്യേഷ്ഠനും അതേ പ്രകാരം അനുജനും വെറുക്കുന്ന കാലം, ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്ന കാലം അല്ലേ? സുബഹിയുടെ സമയത്ത് ജ്യേഷ്ഠൻ അനുജനെ ഒരു കടാര കൊണ്ട് കുത്തിയിട്ട് ആ കടാര കയ്യിൽ പിടിച്ചിട്ട് ജ്യേഷ്ഠൻ റോട്ടിലേക്ക് പോയി കൂട്ടുകാരനെ വിളിക്കുകയാണ്, കൂട്ടുകാരാ ഞാൻ എൻ്റെ അനുജനെ വീട്ടിൽ കൊന്നിട്ട് വരികയാണ്. എന്തൊരു കാലം! അനുജനെ കൊല്ലാൻ ജ്യേഷ്ഠന് മടിയില്ലാത്ത കാലം, ഭർത്താവിനെ കൊല്ലാൻ ഭാര്യക്ക് മടിയില്ലാത്ത കാലം, ഭാര്യ അറുകൊല ചെയ്യാൻ ഭർത്താവിന് മടിയില്ലാത്ത കാലം. ഉമ്മമാരെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതല്ല. ദീനെന്ന് പറഞ്ഞ ബന്ധമാണ്, സ്നേഹമാണ്, ഒരുമയാണ്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടട്ടെ എന്ന് ചിന്തിക്കല. ജീവിതത്തിൽ ബർക്കത്ത് വേണോ ആണുങ്ങളെ പെണ്ണുങ്ങളെ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ മരുന്ന് ജീവിതത്തിൽ ഉപയോഗിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എക്സസൈസ് എടുക്കുന്നു. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, എക്സസൈസ് ഒക്കെ നല്ലതാ. ശരീരമൊക്കെ ഒന്ന് ഇളകുന്ന കർമ്മങ്ങളൊക്കെ നല്ലതാ അല്ലേ? ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ റോഡിലൂടെ ഇങ്ങനെ സുബൈക്ക് യാത്ര ചെയ്താൽ ഓരങ്ങളിൽ മുഴുവനും ആണും പെണ്ണും കൂട്ടമായി ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ചാട്ട! ചില താത്താരൊക്കെ ചാടിയാ പഠിച്ചോനെ, ഇതൊന്നായിട്ട് ആകെ എന്തൊക്കെ ആകാൻ പോണു താത്താ തോന്നിപ്പോവും. പെരിഞ്ചാട്ടല്ലേ ചില താത്താര് ചാടണത്, ആരോഗ്യം നിലനിർത്താനാണ്. ആണുങ്ങളും അങ്ങനെ തന്നെയാണ്, ചാട്ടം കൊണ്ട് ചാട്ടാണ്. ഇപ്പൊ വയസ്സായ അടവ് തെറ്റിയ വയസ്സന്മാര് പോലും ഇപ്പൊ റോട്ടുമ്മ കിടന്നുകൊണ്ട് ചാടുകയാണ്. ആയിക്കോട്ടെ, ആരോഗ്യം നിലനിർത്തണം. എന്നാ ഞാൻ എൻ്റെ ഉമ്മമാരോട്, രക്ഷിതാക്കളോട്, ആയുസ് കിട്ടാനും ആരോഗ്യം നിലനിൽക്കാനും 1400 വർഷം മുമ്പ് അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു മരുന്ന് പറഞ്ഞുതരാം. അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചാടിക്കൊള്ളു. അല്ല, ഞാൻ ചാട്ടം കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. പണ്ടൊരു സാധു ചാടി 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 അവസാനം അറ്റാക്കായി ഹോസ്പിറ്റലിൽ പോയല്ലോ, ചാട്ടത്തിന്റെ ഊക്കൊണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, പെണ്ണുങ്ങളെ ആണുങ്ങളെ, നിങ്ങൾക്ക് ആഫിയത്ത് വേണോ, ആരോഗ്യം വേണോ, നിങ്ങൾക്ക് എല്ലാവിധ അള്ളാഹുവിന്റെ കാവല് വേണോ? മറുപടി ഇതാ കേട്ടോളി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ പ്രവാചകര് പറയാണ്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, നിങ്ങളെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് വിശാലത വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേ പ്രകാരം നിങ്ങളെ ആയുസ്സിൽ ദീർഘായുസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൽയസിൽ റഹ്മഹു,
കുടുംബക്കാരുമായി നല്ല നിലക്ക് സ്നേഹത്തിൽ ജീവിച്ച് കൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആരോടെങ്കിലും തെറ്റി നിൽക്കുന്ന പെണ്ണുങ്ങളെ ആയുസിന് വേണ്ടി മരുന്ന് കുടിച്ചിട്ട് കാര്യമില്ല. കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്ന രക്ഷിതാക്കളെ നിങ്ങൾക്ക് ആരോഗ്യമല്ല തരൂല, ദീർഘായുസ് തരൂല. നിങ്ങൾ ആയുസിൽ അല്ലാഹുവിൻ്റെ ബറക്കത്തുണ്ടാവില്ല. കാരണം നിങ്ങൾ കുടുംബക്കാരുമായി തെറ്റി നടക്കുന്നവരാ, കുടുംബക്കാരുമായി വെറുപ്പുകളോടുകൂടെ ജീവിക്കുന്നവരാ. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിനോട് മനസ്സിൽ വെറുപ്പുള്ളവരെ നിങ്ങൾക്ക് ആയുസ് അല്ലാഹു തരൂല, നിങ്ങൾ ആഫിയത്ത് അല്ലാഹു തരൂല. നിങ്ങൾക്ക് ആയുസിൽ ബർക്കത്ത് വേണോ, ഭക്ഷണത്തിൽ വിശാലത വേണോ, മനസ്സമാധാനം കിട്ടുന്ന ജീവിതം വേണോ? ആണുങ്ങളെ പെണ്ണുങ്ങളെ ഫൽയസിൽ റഹ്മഹു, എല്ലാ കുടുംബക്കാരുമായി ബന്ധം സ്ഥാപിക്കണേ, സ്നേഹം കാത്തു സൂക്ഷിക്കണേ, പരസ്പരം സ്നേഹത്തോടെ ജീവിക്കണേ എന്ന് നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫ.